പഴയ നിയമത്തിലെ ക്രിസ്തുവിന്റെ നിഴലുകളിൽ ഏറെ മനോഹരമായ ഒരു നിഴലാണ് അഭയനഗരങ്ങൾ. സംഖ്യയുടെ പുസ്തകം 35-ാമത്തെ അധ്യായത്തിലും നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായത്തിലുമാണ് ഈ അഭയനഗരങ്ങളെ പറ്റിയുള്ള പരാമർശം നമ്മൾ കാണുന്നത്. എന്താണ് അഭയനഗരങ്ങൾ? ഇസ്രായേൽ ജനം കാനാൻ ദേശം പിടിച്ചടക്കിയതിനു ശേഷം അതിൽ 6 നഗരങ്ങളെ അഭയനഗരങ്ങളായി പ്രഖ്യാപിക്കണമെന്ന് ദൈവം മോശ വഴി കൽപ്പിച്ചു. ജോർദാന് കിഴക്ക് 3 നഗരങ്ങളും ജോർദാന് പടിഞ്ഞാറ് 3 നഗരങ്ങളും. എന്താണ് ഈ അഭയനഗരങ്ങളുടെ ഉദ്ദേശം? എന്താണ് അവരുടെ ലക്ഷ്യം? ഒരു വ്യക്തി മനഃപൂർവ്വമല്ലാതെ അബദ്ധത്തിൽ ആരെങ്കിലും കൊന്നുകഴിഞ്ഞാൽ കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾക്ക് സ്വാഭാവികമായും കൊല ചെയ്തവനോട് ഒരു പ്രതികാരം ഉണ്ടായിരിക്കും. അവർ ആ കൊന്നവനെ കൊല്ലുവാൻ വേണ്ടി അവർ അന്വേഷിച്ച് നടക്കും. ഈ കൊല ചെയ്തവൻ പെട്ടെന്ന് തന്നെ ഓടി അഭയനഗരങ്ങളിൽ അഭയം പ്രാപിച്ചാൽ കൊല ചെയ്യപ്പെട്ടവന്റെ ബന്ധുക്കൾ പിന്നീട് അവനെ ഉപദ്രവിക്കാൻ പാടില്ല. അവനെ യാതൊരു തരത്തിലും ഉപദ്രവിക്കുകയോ അവനോട് പ്രതികാരം ചെയ്യാനോ പാടില്ല. അഭയനഗരത്തിൽ അവന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. അങ്ങനെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പാകത്തിന് ജോർദാൻ നദിയുടെ കിഴക്ക് 3 നഗരങ്ങളും ജോർദാന് പടിഞ്ഞാറ് 3 നഗരങ്ങളും സ്ഥാപിക്കുവാൻ ദൈവം മോശ വഴി കൽപ്പിച്ചു. ഈ അഭയനഗരങ്ങൾ അത് ഈശോയുടെ മനോഹരമായ നിഴലാണ്. ഒരു പാപിക്ക് അവന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പെട്ടെന്ന് അഭയം തേടാവുന്ന സുരക്ഷിതമായ ഒരു അഭയസ്ഥാനമാണ് അഭയനഗരം. എങ്ങനെയാണ് ഈ അഭയനഗരങ്ങൾ ക്രിസ്തുവിന്റെ നിഴലായിട്ട് വർത്തിക്കുന്നത്? ഒന്നാമത്തെ കാരണം, ന്യായവിധിക്ക് എതിരെയുള്ള ഏക ആശ്രയമാണ് ഈ അഭയനഗരങ്ങൾ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നുകഴിഞ്ഞാൽ കൊല ചെയ്യപ്പെട്ടവന്റെ ബന്ധുക്കളുടെ പ്രതികാര അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ആ വ്യക്തിക്ക് ഈ അഭയനഗരങ്ങളിൽ ഒന്നിൽ അഭയം തേടുക എന്നത് മാത്രമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ഏക അഭയ കേന്ദ്രം അഭയ നഗരങ്ങൾ മാത്രമാണ്. അതുപോലെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക സങ്കേതം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് ക്രിസ്തു എന്ന അഭയനഗരത്തിൽ അഭയം നേടുന്നത് മാത്രമാണ്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പൗലോസ് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നതിന്റെ പുറകിലെ കാരണം ഇതാണ്. രണ്ടാമത്തെ കാരണം, അഭയനഗരത്തിൽ അഭയം തേടുന്ന ഒരു വ്യക്തി ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതന്റെ മരണം വരെ ആ അഭയനഗരത്തിൽ താമസിക്കേണ്ടിയിരുന്നു. മഹാപുരോഹിതന്റെ മരണത്തിന് ശേഷം മാത്രമാണ് സ്വന്തം നാട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അവന് അനുവാദം ലഭിച്ചിരുന്നത്. മഹാപുരോഹിതന്റെ മരണത്തോടെ അവൻ അറിയാതെ ചെയ്ത, അവൻ മനഃപൂർവ്വമല്ലാതെ ചെയ്ത അവന്റെ പാപത്തിൽ നിന്ന് ശിക്ഷ പരിപൂർണമായി മോചിപ്പിക്കപ്പെടും. ഇതുപോലെ ഈശോയുടെ കുരിശു മരണം വഴി നിത്യപുരോഹിതനായ മഹാപുരോഹിതനായ യേശുവിന്റെ കുരിശു മരണം വഴി നമ്മുടെ എല്ലാ പാപത്തിന്റെ ശിക്ഷകൾ അത് പരിഹരിക്കപ്പെടുകയും പരിപൂർണമായ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിലേക്ക്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ നിഴലാണ് അഭയനഗരങ്ങൾ എന്ന് പറയുന്നത്. അഭയനഗരങ്ങൾ ക്രിസ്തുവിന്റെ നിഴലാണെന്ന് പറയുന്നതിന് മൂന്നാമത്തെ കാരണം, അഭയനഗരങ്ങൾ അത് യഹൂദർക്ക് വേണ്ടി മാത്രം ഉള്ളതായിരുന്നില്ല. യഹൂദർക്കും പരദേശികൾക്കും ഒരുപോലെ അഭയം തേടാവുന്ന സങ്കേതങ്ങളായിരുന്നു ഈ അഭയനഗരങ്ങൾ. ഇസ്രായേൽ ഏത് ഭാഗത്തുനിന്നും എളുപ്പം ഓടി അഭയം തേടാവുന്ന വിധത്തിൽ ഈ അഭയനഗരങ്ങൾ ക്രമീകരിക്കണമെന്ന് ദൈവം മോശ വഴി കൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഏത് പാപിക്കും ജാതി മത വർണ്ണ ഭേദമില്ലാതെ ഏതു വ്യക്തിക്കും ഏറ്റവും എളുപ്പം അഭയം തേടാവുന്ന സങ്കേതമാണ് യേശു ക്രിസ്തു. പാപത്തിന്റെ എത്ര ദുഷിച്ച കുഴിയിലാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഏറ്റവും അടുത്ത ദൂരത്തിൽ ക്രിസ്തുവിന്റെ സാമീപ്യമുണ്ട്. അഭയം തേടാവുന്ന അത്രയും അകലത്തിൽ ക്രിസ്തുവിന്റെ സാമീപ്യമുണ്ട്. അതുകൊണ്ടാണ് അഭയനഗരങ്ങൾ പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ നിഴലായി വർത്തിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം. നാലാമത്തെ കാരണം, അഭയനഗരത്തിന് പുറത്ത് കുറ്റവാളിക്ക് രക്ഷയില്ല. അഭയനഗരത്തിന് പുറത്ത് എന്നെങ്കിലും ആ വ്യക്തി ഇറങ്ങിയാൽ പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന വ്യക്തിക്ക് യഥേഷ്ടം അവനെ കൊന്നുകളയാമായിരുന്നു, അവനോട് പ്രതികാരം ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തു എന്ന അഭയസങ്കേതത്തിന് പുറത്ത് ഒരാൾക്കും രക്ഷയില്ല. യേശുവിൽ മാത്രമാണ് സുരക്ഷിതത്വമുള്ളത്, യേശുവിൽ മാത്രമാണ് അഭയമുള്ളത്. യേശു ക്രിസ്തുവിന് പുറത്ത് ഒരാൾ ന്യായവിധിയുടെ നിഴലിലാണ്.
എന്നാൽ പഴയ നിയമത്തിലെ അഭയനഗരങ്ങളിൽ മനഃപൂർവ്വമല്ലാതെ തെറ്റ് ചെയ്തവർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. മനഃപൂർവ്വമല്ലാതെ തെറ്റ് ചെയ്തവർക്ക് മാത്രം. എന്നാൽ യഥാർത്ഥ അഭയനഗരമായ യേശു ക്രിസ്തുവിൽ എല്ലാ പാപികൾക്കും ഒരുപോലെ സങ്കേതമുണ്ട്, ഒരുപോലെ പ്രവേശനമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ മരിയ ഫൗസ്തീനയോട് ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തിയത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത്. നിന്റെ പാപം അത് എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ മുകളിൽ ഉയർന്നു നിൽക്കുന്നതാണ് എൻ്റെ കാരുണ്യം. പഴയ നിയമത്തിലെ അഭയനഗരങ്ങൾ വെറും നിഴലുകൾ മാത്രമായിരുന്നു. വരാനിരുന്ന യേശു ക്രിസ്തു എന്ന യഥാർത്ഥ അഭയനഗരത്തിന്റെ അഭയസങ്കേതത്തിന്റെ വെറും നിഴലായിരുന്നു പഴയ നിയമത്തിലെ അഭയനഗരങ്ങൾ. പുതിയ നിയമത്തിലെ അഭയനഗരം യേശു ക്രിസ്തു പഴയ നിയമത്തിലെ വെറും നിഴലായ അഭയനഗരത്തെക്കാൾ കൂടുതൽ പ്രകാശത്തോടെ ഈ ലോകത്ത് ജീവിക്കുന്നു. അതിനാൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ഹെബ്രായ ലേഖനകർത്താവ് ഇങ്ങനെ എഴുതി വെച്ചു, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരം ലഭിക്കുവാനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ആ കൃപാവരത്തിന്റെ സിംഹാസനം യഥാർത്ഥ അഭയനഗരമായ യഥാർത്ഥ അഭയസങ്കേതമായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല.